ഹലോ. ആ ഹലോ, എന്തൊക്കെയുണ്ട്? കണ്ടായിരുന്നോ? UFC 316 കണ്ടായിരുന്നോ? അപ്പോൾ അതിനകത്ത് നമ്മുടെ മിറാബ് ആൻഡ് ഷോൺ ഒമേലി അല്ലേ? മിറാബ് സബ്മിഷൻ സബ്മിഷൻ ആയിരുന്നു അല്ലേ? നമ്മുടെ ഷോൺ ഒമേലിനെ പരാജയപ്പെടുത്തി. ചോക്കിലൂടെയായിരുന്നു, ചോക്ക്. അത് ഏത് ചോക്ക് ആണെന്നുള്ളത് ഒരു എനിക്ക് തോന്നുന്നു ഒരു പ്രാഥമിക നിഗമനത്തിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷനിൽ നോർത്ത് സൗത്ത് ചോക്ക് എന്നൊക്കെയാണ് കേട്ടുവരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചേ ഇതായിരിക്കുമെന്ന്, ഡാർസ് ആയിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അനാക്കോണ്ട ചോക്കാണെന്നോ. അതൊന്നുമല്ല. കാരണം ഒരു കൈ, കാരണം ഈ ഡാർസിനും മറ്റേതിനുമൊക്കെ ഒരു കൈ ട്രാപ്പ് ചെയ്യണം, അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഗിലിറ്റീൻ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ചോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ നമ്മുടെ ഷോണോമേലി ഒന്ന് തിരിഞ്ഞായിരുന്നു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തായിരുന്നു, കണ്ടായിരുന്നു. എന്നാലും ആ ചോക്ക് വീണു. അപ്പോൾ ഈ ഇതിനകത്ത് ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നോർത്ത് സൗത്ത് ചോക്ക് എന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ആണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഏത് ചോക്കാണെങ്കിലും ഈ മിറാബിൻ്റെ ആ കൈ ഉണ്ടല്ലോ. കാരണം ഷോൺ അത് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് തന്നെയാണ് ഡിഫെൻഡ് ചെയ്തത്. പക്ഷേ ആ കൈയുടെയും ഫോറാമിൻ്റെയും ആംസിൻ്റെ ഒക്കെ പവർ കാരണം പുള്ളിക്ക് പറ്റിയില്ല. അതായത് പുള്ളി ടാപ്പ് ഔട്ട് ചെയ്തത്. ഞാൻ വിചാരിച്ചത് അത് ഒരു ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ചോക്കിംഗ് പൊസിഷൻ കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു ചോക്ക് ആവില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി ടാപ്പ് ചെയ്തു. കാരണം മിറാബിൻ്റെ പവറാണ്, ഫ്രീക്കി പവർ. പിന്നെ ഇതിനകത്ത് വളരെ ആഴത്തിൽ നോക്കുമ്പോൾ ഷോണോമേലിയിൽ നിന്ന് തന്നെ തുടങ്ങാം. പുള്ളി നല്ലോണം പ്രിപ്പയർഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഷോണോമേലി നല്ലോണം പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ മെറാബ് ഇപ്പോൾ വേറെ ലെവലാണ് ഗൈസ്. മെറാബ് വേറൊരു തലത്തിലേക്ക്, വേറൊരു ലെവലിലേക്ക് പോയിരിക്കുകയാണ്. അതാണ് സംഭവം. ആരെക്കൊണ്ടും പറ്റൂല. ഇത് തന്നെയാണ് ഉമറിനും പറ്റിയത്. പറ്റില്ല. കാരണം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മെറാബ് റിട്ടയർ ചെയ്യണം, എന്നാലേ പറ്റത്തുള്ളൂ. പുള്ളിയുടെ പ്രൈമിലാണ്, പീക്ക് പ്രൈമിലാണ്. ഒന്നും പറ്റിയില്ല ഷോണോമേലിക്ക്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കെയർഫുൾ ആഴത്തിലുള്ള ഒരു അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം, പുള്ളി അങ്ങോട്ട് ആ തോറ്റ റൗണ്ട് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു റൗണ്ട് 3 ആണെന്ന് തോന്നുന്നു അല്ലേ? അതിനകത്ത് നമ്മുടെ മെറാബ് റെസ്ലിംഗ് പ്രഷർ തുടങ്ങുന്നുണ്ട് ഷോണോമേലിനെ. ആൻഡ് ഷോൺ അത് നല്ലോണം ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അടുപ്പിച്ചടുപ്പിച്ച് പുള്ളി വീണ്ടും ഒരു ജൂഡോ ട്രിപ്പ് പോലെ ടേക്ക് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. ജൂഡോ ആദ്യമേ റെസ്ലിംഗ് ആണ്, പിന്നെ ജൂഡോ ട്രിപ്പിലൂടെയും ബാലൻസിലൂടെയൊക്കെ, ബോഡി ബാലൻസിങ്ങിലൂടെയൊക്കെ ഷോണിനെ താഴെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഷോൺ ഗിവ് അപ്പ് ചെയ്ത പോലെയായിരുന്നു. പിന്നീട് ഈ ഒരു ഓർക്കപ്പുറത്ത് ഈ ഒരു ചോക്ക് വന്നു. ആൻഡ് ഹി ജസ്റ്റ് ടാപ്ഡ് ഔട്ട്. ഷോൺ ഒമേലി ജസ്റ്റ് ടാപ്ഡ് ഔട്ട്. അത് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാം. അതായത് മിറാബ് ഒന്നിന് പിറകെ ഒന്നായിട്ട് ആ ഒരു ഓഫ് ബാലൻസിങ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ജൂഡോ ട്രിപ്പ് പോലും അല്ലത്. അപ്പോൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്തു, അതിനകത്ത് ഷോൺ എസ്കേപ്പ് ചെയ്യുന്നു. രണ്ടാമത് വീണ്ടും അപ്പം തന്നെ അറ്റംപ്റ്റ് ചെയ്യുന്നു, അതും എസ്കേപ്പ് ചെയ്തു. മൂന്നാമത് താഴെ കൊണ്ടുവന്നു. സോ ഈസ് ലൈക്ക് ഒരു ചെയിൻ റെസ്ലിംഗ് എന്ന് തന്നെ പറയാം. ദിസ് ജോർജിയ, ദാഗിസ്ഥാൻ, ചെച്ചന്യ സീനാണ്, കൊടും സീനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ എനിക്ക് തോന്നുന്നു ആ ഒരു 2-3 തവണ ഇങ്ങനെ മിറാബ് അടുപ്പിച്ചടുപ്പിച്ച് ഷോണിനെ താഴേക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്നെ നമ്മൾ ഒരു മനുഷ്യനെന്ന നിലയിൽ, ഫൈറ്റർ ആണെങ്കിലും മനുഷ്യരാണല്ലോ, നമ്മളത് ഗിവ് അപ്പ് ചെയ്യും. അപ്പോൾ ആ ഗിവ് അപ്പ് ചെയ്യുന്ന പൊസിഷനിൽ ഒരു ചോക്ക് കൊടുത്തു. ചോക്ക് കൊടുക്കുമ്പോൾ അത് ടാപ്പ് ചെയ്തു. ഞാൻ വിചാരിച്ചു ടാപ്പ് ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു കൈയുടെയൊക്കെ പവറേ മിറാബിൻ്റെ നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കാം ടാപ്പ് ചെയ്തത്. നേരെ എന്താണ് ജയിച്ചതിന് ശേഷം മിറാബ് നേരെ ഡാന വൈറ്റിനെ ഡാന വൈറ്റിന് വലിയ സന്തോഷമില്ല കേട്ടോ, ഇപ്പോഴും സന്തോഷമില്ല. പിന്നെ നേരെ എന്താണ് നമ്മുടെ പ്രസിഡന്റ്, അങ്ങനെ പേര് മറന്നു പോയല്ലോ, ജോർജ് ബുഷ് എന്നാണ് വരുന്നത്. ട്രംപിൻ്റെ അടുത്തേക്ക് പോയി. ട്രംപ് അത്യാവശ്യം കുഴപ്പമില്ല. ഇങ്ങനെ ഒരേ ഒരു ഭാവമാണ് പുള്ളി. എല്ലാ UFC ഫൈറ്റിലും വരുന്നുണ്ട് ട്രംപ്, പ്രസിഡന്റ് അല്ലേ? ആദ്യമായിട്ടായി ഏതൊരു രാജ്യത്തിൻ്റെ ഇത് അല്ലേ? അവിടെ പോയി വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഡാന വൈറ്റ് ഇപ്പോഴും സന്തോഷത്തിലല്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഈ മറ്റേ മെറാബ് നല്ലോണം സൂചിപ്പിക്കുന്നുണ്ട് ഡാന വൈറ്റിനെ, എല്ലാം പൊക്കിയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഡാന അല്പം ഇത്തിരി ഒന്ന് ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, എന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും മിറാബ് ഇനി അടുത്ത് എനിക്ക് തോന്നുന്നു കോറി സാൻഡ്ഹേഗൻ്റെ കൂടെയാണെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നല്ലൊരു ഫൈറ്ററാണ് കേട്ടോ, നല്ലൊരു ഫൈറ്ററാണ് മിറാബ്. മനസ്സിലാവുന്നുണ്ടോ? വേറെ ലെവലാണ് പുള്ളി, വേറെ ലെവലാണ് ചെയിൻ റെസ്ലിംഗ്.
ചെയിൻ റെസ്ലിങ്ങും പിന്നെ ആ സെക്കൻഡ് റൗണ്ടോ മറ്റോ അത്യാവശ്യം സ്ട്രൈക്കിങ്ങും ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ഓൺലി റെസ്ലിംഗ്, സ്ട്രൈക്കിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു. സ്ട്രൈക്കിങ് ചെയ്യുമ്പോൾ അവിടെ എന്താ പറയുന്നത്, നമ്മുടെ ഷോണോമേലേക്ക് സ്ട്രൈക്കിങ്ങിലും ബുദ്ധിമുട്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പം കംപ്ലീറ്റ് ഇവല്യൂഷനാണ് മിറാബ്. ടോട്ടൽ ഫൈറ്റിംഗ് പാക്കേജായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഗുഡ് ടൈം പാസ് UFC 316. നമ്മൾ വിട്ടുപോയിട്ടുള്ള പോയിന്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റ് ന്യൂസ്, MMA, UFC, കോമ്പാറ്റ് ദുനിയാവിൽ നിന്നുള്ള ന്യൂസുമായിട്ട് നമുക്ക് വീണ്ടും വരാമല്ലോ. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യുക കേട്ടോ.